ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആക്ച്വലി ഇന്നൊരു ബിഗ് ബോസ് ഇതൊന്നും റിവ്യൂ അല്ല കേട്ടോ. ഞാനിന്ന് കണ്ണൂർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഒഫീഷ്യലി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ കണ്ണൂർ വന്നപ്പോൾ ഞാൻ സ്റ്റേ ചെയ്ത പ്രോപ്പർട്ടി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളിൽ ആരെങ്കിലും കണ്ണൂർക്ക് വരുന്നുണ്ടെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും. നിങ്ങൾ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്താ പറയുക, സ്റ്റേ ചെയ്യേണ്ട ഒരു പ്രോപ്പർട്ടിയാണ്. പയ്യാമ്പലം ബീച്ച് സൈഡാണ് പ്രോപ്പർട്ടി വരുന്നത്. നല്ല അടിപൊളി പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ ത്രൂ ഔട്ട് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ബിഗ് ബോസ് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞത് ഹോട്ടൽ ഇൻഡസ്ട്രി ആണ്. അപ്പോൾ ഹോട്ടൽ മാർക്കറ്റിംഗ് ഒക്കെയാണ്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ പ്രോപ്പർട്ടി നല്ല ഭംഗിയുള്ള പ്രോപ്പർട്ടി കേട്ടോ. ആരെങ്കിലും കണ്ണൂർ വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് മിസ് ചെയ്യരുതെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഇതാണ് കേട്ടോ പ്രോപ്പർട്ടിയുടെ ലോബി വരുന്നത്. ലോബി ഭയങ്കര ഭംഗിയായിട്ട് അവർ ചെയ്തു വെച്ചേക്കുന്നത്. ഒരു കൊളോണിയൽ ഔട്ട്സൈഡ് പ്രോപ്പർട്ടിയുടെ ഒരു ഇൻറ്റീരിയർ ആട്ടോ ഇതിനുള്ളത്. അതിൻ്റെ റൂഫിലും വാളിലും ഒക്കെ നമ്മുടെ വുഡൻ ഇല്ലേ, അതിൻ്റെ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഒറിജിനൽ വുഡ് തന്നെയാണ്. അത് നല്ല ഭംഗിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഫ്രണ്ട് ഓഫീസ് അല്ലെങ്കിൽ റിസപ്ഷൻ ഏരിയ ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഇവിടുത്തെ ഓരോ ഫർണിച്ചറിൻ്റെ ഇതും കാണാൻ ഭംഗിയാട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫർണിച്ചറൊക്കെ ഒരു രാജകീയ പ്രൗഢിയുള്ള ഈ ഡച്ച് രാജകീയ സാധനമല്ലേ, ആ രീതിയിലാണ് ഇവിടുത്തെ മിക്ക ഫർണിച്ചറും ഒക്കെ വന്നിരിക്കുന്നത്. ഇതിന് ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും അങ്ങനെ പ്രോപ്പർട്ടിയുടെ ഒരു സ്ട്രക്ചർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലിഫ്റ്റിൻ്റെ ഇതില്ല. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ സ്റ്റെയർ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടൊരു കോറിഡോറാണുള്ളത്. കോറിഡോറിൽ നിന്ന് എങ്ങനെ നോക്കിയാൽ പോലും നമുക്ക് സി വ്യൂ അവൈലബിളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വിൻഡോയിൽ കൂടെയും സി വ്യൂ നന്നായിട്ട് കാണാൻ പറ്റും. ഇത് കംപ്ലീറ്റ്ലി ഏത് റൂമിൽ നിന്ന് നോക്കിയാലും സി വ്യൂ ഉള്ള പ്രോപ്പർട്ടിയാണ്. ചില റൂമുകൾക്ക് നല്ല വ്യൂ ഉണ്ടാവും, ചില റൂമുകൾക്ക് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷേ റൂമിൽ നിന്ന് തന്നെ നമുക്ക് സി വ്യൂ കിട്ടും. ഇവിടുത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള കാറ്റഗറി എന്ന് പറഞ്ഞാൽ സ്യൂട്ട് റൂമാണ്. സ്യൂട്ട് റൂമിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സി വ്യൂ ആണ്. അതേപോലെ ബാൽക്കണി ഉണ്ട്. ബാക്കി റൂംസിനൊന്നും ബാൽക്കണി ഇല്ല. സ്യൂട്ട് റൂം ഭയങ്കര സ്പേഷ്യസ് ആണ് കേട്ടോ. നമുക്കൊരു ലിവിങ് ഏരിയ ഉണ്ട്, ഒരു ബിസിനസ് കോർണർ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ചില്ല് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഡൈനിങ് ഏരിയ ഉണ്ട്. അങ്ങനെ കംപ്ലീറ്റ്ലി എന്താ പറയുക, ഒരു ചെറിയ വീട് പോലെ തന്നെ തോന്നുന്ന രീതിയിലാണ് നമ്മുടെ സ്യൂട്ട് റൂം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്യൂട്ട് റൂമിൻ്റെ വ്യൂ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ ഷേപ്പിലാണ് ബാൽക്കണി ഉള്ളത്. അതുകൊണ്ട് തന്നെ മൊത്തം സീയും നമുക്ക് അവിടെ ഇരുന്ന് ബാൽക്കണിയിലിരുന്ന് കാണാൻ പറ്റും. നൈറ്റ് ആകുമ്പോഴത്തേക്കിനും നല്ല കാറ്റൊക്കെ ആയിട്ട് ചില്ല് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ കേട്ടോ നമുക്ക് സ്യൂട്ട് റൂമിനുള്ളത്. അതേപോലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള ഒരു റൂമാണ് കേട്ടോ ഇവരുടെ ഹയർ കാറ്റഗറി ആയിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ റേറ്റെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഞാനിവിടെ ബുക്ക് ചെയ്ത ഡീലക്സ് റൂം ആട്ടോ, അതായത് സെക്കൻഡ് കാറ്റഗറി. നമ്മളിപ്പോൾ സ്യൂട്ട് റൂമാണ് കണ്ടത്. ഇനി അടുത്ത് നമുക്ക് ഡീലക്സ് കാണാം. ഡീലക്സിൽ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലും വരുന്നുണ്ട്, ഫസ്റ്റ് ഫ്ലോറിലും വരുന്നുണ്ട്. ഇതിന്ന് ഡയറക്റ്റ് എന്താ ചെയ്യുക, നമ്മൾ വരാന്തയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ സീയിലേക്കാണ് നമ്മൾ നോക്കുക. നമുക്ക് റൂമിലിരുന്നും സീ കാണാൻ പറ്റും. ഇതാണ് ഔട്ട്ഡോർ വരുന്നത്. നല്ല ഭംഗിയായിട്ടോ കാണാൻ വേണ്ടിയിട്ട്. ബ്ലൂവും ഗ്രീനും ഒക്കെ ആയിട്ട് ആ കളർ കോമ്പിനേഷനൊക്കെ സൂപ്പറായിട്ടോ അവർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇതാണ് നമ്മുടെ ഡീലക്സ് റൂം വന്നിട്ട്. നല്ല സ്പേഷ്യസ് ആണ്. എക്സ്ട്രാ ബെഡൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു വലിയ റൂം തന്നെയാണ് ഉള്ളത്. സ്യൂട്ടിൻ്റെ അത്രയും വലിപ്പം ഇല്ലെങ്കിൽ പോലും എക്സ്ട്രാ ബെഡൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. ഓൾമോസ്റ്റ് നമുക്ക് എല്ലാ ബേസിക് കമ്മ്യൂണിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വ്യൂ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നേരെ ഡോർ തുറന്നിറങ്ങുന്നത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സീ കാണാൻ പറ്റുന്ന രീതിയിൽ. നമുക്ക് നൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങിയിരുന്നു നമുക്ക് ചില്ല് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ബാത്റൂം വരുന്നതും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം വരുന്നുണ്ട്. എനിക്കും ബാത്റൂം ഭയങ്കര വൃത്തിയായിരിക്കണം. അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. എന്തായാലും പറയാമല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്രോപ്പർട്ടിയാണ്. ഇതാണ് എൻ്റെ റൂമിൻ്റെ വ്യൂ വരുന്നത് കേട്ടോ.
പ്രോപ്പർട്ടിയുടെ കംപ്ലീറ്റ് ഔട്ട്ഡോർ ഇങ്ങനെയാട്ടോ ഇരിക്കുന്നത്. അതായത് കറക്റ്റ് ബീച്ചിനോട് ചേർന്ന് തന്നെയാണ്. പക്ഷേ നമുക്ക് ഡയറക്റ്റ് ബീച്ചിലേക്ക് ആക്സസ് ഇല്ല. പക്ഷെ നമുക്ക് ആ ബീച്ച് വൈബ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ ഫങ്ഷൻസ് നടക്കാൻ വേണ്ടിയിട്ട് ഔട്ട്ഡോറിൽ തന്നെ ഇങ്ങനെയൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ചെറിയ ബർത്ത്ഡേ ഫങ്ഷൻസ്, റിസപ്ഷൻസ് ഒക്കെ നടത്താൻ നമുക്ക് പറ്റും. അതേപോലെ നമുക്ക് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസും കൂടി ഉണ്ട്. അതും നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് അറേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ചെറിയ ഫങ്ഷൻസ് നടത്താൻ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി കൂടിയാണ് കേട്ടോ. കണ്ണൂരുള്ളവർക്ക് പ്രത്യേകിച്ച് ഏറ്റവും അടുത്ത് ബീച്ച് സൈഡിൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പോകാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് സ്റ്റേറ്റ് ബീച്ച് റിസോർട്ട് കണ്ണൂർ എന്നുള്ള. ആക്ച്വലി ഞാൻ പ്രോപ്പർട്ടിയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അതായത് പ്രോപ്പർട്ടിയുടെ പേര് വരുന്ന സ്റ്റേറ്റ് ബീച്ച് റിസോർട്ട് എന്നാണ്. കണ്ണൂരിൽ നിന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ലൊക്കേഷൻ ആയാലും പെട്ടെന്ന് തന്നെ അതിന് കറക്റ്റ് ലൊക്കേഷനൊക്കെയാണ്, കോൺടാക്ട് നമ്പർ അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം അവൈലബിൾ ആട്ടോ. അതേപോലെ ഇവിടെ ആയുർവേദ സ്പാ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ടയർഡായി വരുന്നവർക്കായാലും ഫ്ലൈറ്റ് NRIs ഒരുപാട് വരുന്നൊരു പ്രോപ്പർട്ടി ആട്ടോ ഇത്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ആയുർവേദ സ്പാ ഇവിടെ അവൈലബിൾ ആണ്. ആയുർവേദ മസാജസ് അവൈലബിൾ ആണ്. സോ ഭയങ്കര രസമായിട്ടാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സ്പായുടെ ഒരു ഏരിയ വരുന്നത്. റിസപ്ഷനിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് സ്പായിലേക്ക് വരാൻ പറ്റും. ഇതാണ് സ്പായുടെ അകവശം. അതേപോലെ ഇവർക്കൊരു മസാജിൻ്റെ ഒരു റൂമും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇത് ഡീലക്സ് റൂമാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ള. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗ്രൗണ്ട് ഫ്ലോറിലും അവർക്ക് ഡീലക്സിൻ്റെ കാറ്റഗറി ഉണ്ട്. അതേപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലും ഉണ്ട്. ഇതിലെല്ലാം തന്നെ നമുക്ക് റൂമിൽ നിന്ന് സീ വ്യൂ അവൈലബിൾ ആണ്. ബാൽക്കണി അവൈലബിൾ അല്ല, നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെനോവേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാൽക്കണി നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലായിടത്തു നിന്നും ഇതുപോലെ നമുക്ക് സീ വ്യൂ അവൈലബിൾ ആട്ടോ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കാറ്റഗറി, അതായത് ബേസ് കാറ്റഗറി സോളോ ഡീലക്സ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഡബിൾ ഓക്യുപ്പൻസി മാത്രമേ പറ്റുള്ളൂ കേട്ടോ. കാരണം ഇത് അത്രയും സ്പേഷ്യസ് അല്ല. പക്ഷേ 2 പേർക്ക്, ഡബിൾ എന്ന് പറഞ്ഞാൽ 2 പേർക്ക് മാത്രം. അതാകുമ്പം 2 പേർക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് താമസിക്കാൻ പറ്റുന്നൊരു റൂമായത്. 2 പേർക്കുള്ള സ്പേഷ്യസ് ഉണ്ടാവും. പക്ഷേ എക്സ്ട്രാ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഓക്യുപ്പൻസി ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് പോകും. പക്ഷേ ഇത് നമുക്ക് സോളോ ഡീലക്സും ഡീലക്സുമാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ആൾക്കാർ ചൂസ് ചെയ്യുന്നത് സോളോ ഡീലക്സ്. പ്രൈസ് താരതമ്യേന കുറവാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഇൻറ്റീരിയർ, ഓരോ റൂമിനും ഇൻറ്റീരിയർ വ്യത്യാസമുണ്ട്. ഇപ്പോൾ സോളോ ഡീലക്സിൽ തന്നെ പല റൂമിനും ഇൻറ്റീരിയർ ഡിഫറൻസ് ഉണ്ടാവാറുണ്ട്. ഇതാണ് കേട്ടോ അവരുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഇൻറ്റീരിയർ വർക്കൊക്കെ ഉള്ള നല്ലൊരു എന്താ പറയുക എസ്തറ്റിക് ലുക്കുള്ള ഒരു ബീച്ച് പ്രോപ്പർട്ടിയാണെന്ന് അറിയിക്കുന്ന രീതിയിലുള്ള കൊളോണിയൽ ടൈപ്പിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് അവർക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. നമുക്കിത് എവിടെ നിന്നാലും ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടായിരുന്നത്. ഇവരുടെ ഒരു പ്രോപ്പർട്ടിയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവരി കോർണർ അവരത് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് കുറച്ച് വിൻറ്റേജ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടും പിന്നെ ഇവരുടെ ഫർണിച്ചറൊക്കെ ഉണ്ടല്ലോ ഭയങ്കര രസമാണ്. ക്ലാസിക്കായിട്ട് നല്ല രീതിയിൽ എന്താ വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. അതും തടിയിൽ ഭയങ്കര രസമാണ് കേട്ടോ. ഈച്ച് ആൻഡ് എവരി കോർണർ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ കാണാൻ വേണ്ടിയിട്ട്. ഇതും ഒരു സ്യൂട്ട് റൂം തന്നെയാണ്. പക്ഷേ ഇത് മറ്റേ നമ്മുടെ സ്യൂട്ട് റൂമിൻ്റെ അത്രയും ഇല്ല. ഇത് അതിൻ്റെ സെക്കൻഡായിട്ട് വരും. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും എന്താ ബാൽക്കണി ഫെസിലിറ്റി ഉണ്ട്. സ്യൂട്ട് റൂമിന് മാത്രമേ ബാൽക്കണി ഫെസിലിറ്റീസ് ഉള്ളൂ. ഭയങ്കര സ്പേഷ്യസ് ആണ് കേട്ടോ ഇവരുടെ സ്യൂട്ട് റൂംസ് എല്ലാം തന്നെ. ഭയങ്കര, അതായത് ലിവിങ് ഏരിയയും എല്ലാമായിട്ട് നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്.
ഇത് വന്നിട്ട് നമ്മുടെ ഡീലക്സ് കാറ്റഗറി തന്നെയാണ്. റെനോവേറ്റ് ചെയ്തതിന് ശേഷമുള്ള റൂമാണ്. ഇവിടുത്തെ കട്ടിലായാലും അലമാര ആയാലും നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റുന്നില്ലേ, അതിൻ്റെ വർക്ക് ഭയങ്കര രാജകീയമായിട്ടുള്ള ഒരു ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇതെല്ലാം വീണ്ടും കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻറ്റീരിയർ കാണാൻ വേണ്ടിയിട്ടാട്ടോ. ഇൻറ്റീരിയർ നല്ല ഭംഗിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. എല്ലാത്തിനും ഞാൻ കുറേ പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് റൂമിലിരുന്ന് തന്നെ സീ വ്യൂ കിട്ടുന്നുണ്ട്. പക്ഷേ ഓരോ റൂമിനും ആ ഡിസ്റ്റൻസ് വ്യത്യാസം ഉണ്ടാവും, അത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കണ്ണൂർ വരികയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ബീച്ച് പ്രോപ്പർട്ടി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പോകാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടി തന്നെ കേട്ടോ ഇത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഇടുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.